കുമളിയിൽ 5 വയസ്സുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച കോടതി ഒന്നാം പ്രതി ഷെരീഫിന് 7 വർഷം തടവും രണ്ടാം പ്രതി അനീഷയ്ക്ക് 10 വർഷം തടവുമാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, 11 വർഷങ്ങൾക്ക് മുൻപാണ് രണ്ടാനമ്മയുടെയും പിതാവിന്റെയും ക്രൂരതയ്ക്കിടയായി ശരീരം തളർന്ന് 5 വയസ്സുകാരൻ കിടപ്പിലാകുന്നത്. ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? കുമളിയിൽ 5 വയസ്സുകാരനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. ഒന്നാം പ്രതിയും കുട്ടിയുടെ പിതാവുമായ ഷെരീഫിന് 7 വർഷം തടവും രണ്ടാം പ്രതിയും രണ്ടാനമ്മയുമായ അനീഷയ്ക്ക് 10 വർഷവുമാണ് തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 11 വർഷങ്ങൾക്ക് മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 5 വയസ്സുള്ളപ്പോഴാണ് ഷെരീഫിന്റെ മകനെ ഇരുവരും ക്രൂരമായി മർദ്ദിക്കുകയും പട്ടിണിക്കിടുകയും ചെയ്തത്. കേസിലാണ് ഇപ്പോൾ വിധി വന്നിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ കുമളിയിൽ 5 വയസ്സുകാരൻ ഷെഫീഖിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ ഒരു നിർണായക വിധി വന്നിരിക്കുന്നത്. 2 പ്രതികളും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഷെഫീഖിന്റെ പിതാവായ ഷെരീഫ്, രണ്ടാനമ്മ അനീഷ എന്നിവരാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ നല്ലൊരു വിധി വന്നിരിക്കുന്നത്. ഈ വിധിയിൽ ഒന്നാം പ്രതി ഷെരീഫിന് 7 വർഷം തടവും രണ്ടാം പ്രതി അനീഷയ്ക്ക് 10 വർഷം തടവും കോടതി വിധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷെരീഫിന് 50,000 രൂപ പിഴ കൊടുക്കണം. പിഴ കൊടുക്കിയില്ലെങ്കിൽ 1 വർഷം കൂടെ ശിക്ഷ കൂടുതലായി അനുഭവിക്കണം എന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നത്. ഇടുക്കി 1ാം ക്ലാസ് അഡീഷണൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസിലെ പ്രതികളായ ഷെരീഫും അനീഷയും കുറ്റക്കാരാണെന്ന് വിധി വന്നിരിക്കുന്നത്. ഏതായാലും കുട്ടികളുണ്ടെന്നും പരിഗണന വേണമെന്നെല്ലാം തന്നെ പ്രതികൾ കോടതിയിൽ പറഞ്ഞു. എന്നാൽ കോടതി പരമാവധി ശിക്ഷയാണ് ഇപ്പോൾ ഇരു പ്രതികൾക്കും നൽകിയിരിക്കുന്നത്. ഈ കുട്ടിയെ പട്ടിണിക്കിട്ടും ക്രൂരമായി മർദ്ദിച്ചും കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസുണ്ടായിരുന്നത്. 2013 ജൂലൈ 15-നാണ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് കുഞ്ഞിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ കേസിൽ ദൃക്സാക്ഷികളില്ലാതിരുന്നതിനാൽ കേസിൽ മെഡിക്കൽ തെളിവുകളുടെയും അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളുടെയും സഹായത്തോടെയാണ് ഈ പ്രോസിക്യൂഷൻ വാദം പൂർത്തിയാക്കി ഇത്തരത്തിലൊരു കോടതിയിൽ നിന്ന് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ശരി ബിനീഷ്, 2013 നടന്ന ഷെഫീഖ് വധശ്രമ കേസിൽ ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഒന്നാം പ്രതി ഷെരീഫിന് 7 വർഷം തടവും രണ്ടാം പ്രതിയായ അനീഷയ്ക്ക് 10 വർഷം തടവുമാണ് വിധിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി.